ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ മാച്ചിലേക്ക് സ്വാഗതം. 2020 വേൾഡ് കപ്പ് മാച്ചാണ്. അപ്പോൾ നമ്മുടെ ടീം ഫസ്റ്റ് ടോസ് നേടി ബോളിംഗ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ജസ്പ്രീത് ബൂംറ ഫസ്റ്റ് ഓവർ എറിയാനായിട്ട് വന്നിട്ടുണ്ട്. ഓസ്ട്രേലിയക്ക് വേണ്ടി ഇന്ന് ഓപ്പൺ ചെയ്തത് മിച്ചിൽ മാർഷും ഡേവിഡ് വാർണറും കൂടിയാണ് ഓപ്പൺ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓവർ ജസ്പ്രീത് ബൂംറ. ഫസ്റ്റ് ബോൾ ഒരു ഡോട്ട് ബോൾ ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ ടീമിൽ വന്നിട്ടുള്ള പ്രധാന ചേഞ്ച് എന്ന് പറയുന്നത് കഴിഞ്ഞ വട്ടത്തെ പോലെ ഇന്ന് ബാറ്റിംഗ് ഇറങ്ങുന്ന സമയത്ത് ഓപ്പൺ ചെയ്യുന്നത് വിരാട് കോഹ്ലി ആയിരിക്കത്തില്ല. പകരം സഞ്ജു സാംസണും രോഹിത് ശർമ്മയും കൂടി ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. കഴിഞ്ഞ വട്ടം സഞ്ജുവിനെ നമ്മൾ ഫസ്റ്റ് ഡൗൺ ആണ് കളിപ്പിച്ചത്. ഇന്ന് സഞ്ജുവിനെ ഓപ്പൺ ചെയ്യിക്കുകയാണ്. കാരണം വിരാട് കോഹ്ലിക്ക് ഓപ്പണിംഗ് ഇറങ്ങിയിട്ട് നേരെ കളിക്കാൻ പറ്റുന്നില്ല എന്ന് പരാതി പറഞ്ഞിരുന്നു. അത് കാരണം വിരാട് കോഹ്ലി നമ്മൾ ഫസ്റ്റ് ഡൗൺ ആക്കുകയാണ്. അതുപോലെ അർഷ്ദീപ് സിംഗ് ഇന്ന് നമ്മുടെ ടീമിൽ കളിക്കുന്നുണ്ട്. നല്ലൊരു ഷോട്ട്, നല്ലൊരു ഫീൽഡിങ്. രവീന്ദ്ര ജഡേജ. അഗെയിൻ നല്ലൊരു ഫീൽഡിങ് വിരാട് കോഹ്ലി. നൈസ് നൈസ് നൈസ്. എടാ ക്യാച്ച്. ഫീൽഡർ ഉണ്ട്. ഫസ്റ്റ് ഓവറിൽ തന്നെ ജസ്പ്രീത് ബൂംറ മിച്ചിൽ മാർഷിനെ പുറത്താക്കിയിട്ടുണ്ട്. ആദ്യത്തെ 3 ബോൾ നാലാമത്തെ ബോളല്ലേ ഡോട്ട് ബോൾ വീണപ്പോഴേ പയ്യൻ പ്രഷറായി കേട്ടോ. മാർഷിനെ പ്രഷറാക്കി അവസാനം ഒരു ബിഗ് ഷോട്ടിനെ ട്രൈ ചെയ്ത് മാർഷ് ഔട്ടായിട്ട് പുറത്ത് പോകുന്നുണ്ട്. നല്ലൊരു ബോളിംഗ് ആയിരുന്നു. ഒരു കട്ടറായിരുന്നു കേട്ടോ ഞാൻ എറിഞ്ഞത്. ഒരു ഓഫ് കട്ടറായിരുന്നു എറിഞ്ഞത്. ബാലടിച്ച് പൊട്ടിക്കൂ മോനെ. സ്റ്റീവ് സ്മിത്ത്. ഒരു സമയത്ത് ആരായിരുന്നല്ലേ സ്റ്റീവ് സ്മിത്ത്. ഒരു ഓവർ 1 റണ്ണ് 1 വിക്കറ്റ്. ഓസ്ട്രേലിയക്ക് തുടക്കം നല്ല രീതിയിലല്ല കേട്ടോ. അർഷ്ദീപ് സിംഗ് ആണ് എറിയുന്നത്. എൽബി. എന്റെ മോനെ കിട്ടിയടാ മോനെ. എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ, അവൻ റിവ്യൂ വല്ലതും എടുക്കുന്നു. സ്റ്റീവ് സ്മിത്തിനെ അർഷ്ദീപ് സിംഗിന്റെ ഫസ്റ്റ് ഓവറിൽ സ്റ്റീവ് സ്മിത്തിനെ വീഴ്ത്തി. ഇല്ല, കറക്റ്റ് പ്ലംബാണ്. ബോൾ ഇത്തിരി ഹൈറ്റ് പോയെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇല്ല. ഫസ്റ്റ് ബോൾ ഹർഷദീപ് സിംഗിന്റെ ഫസ്റ്റ് ബോൾ LBW. ജോഷ് ഇംഗ്ലീഷ്. ക്യാച്ച്. മോനെ നേരത്തെ മിച്ചിൽ മാർഷ് എങ്ങനെ ഔട്ടായോ അതുപോലെ തന്നെ വാർണറും വീണ് ഓസ്ട്രേലിയക്ക് വമ്പൻ ബാറ്റിംഗ് തകർച്ചയാണ് കേട്ടോ. രണ്ടാമത്തെ ഓവറിൽ 3 വിക്കറ്റ് വീണു. രണ്ട് പേര് വെറുതെ അടിച്ച് ഔട്ടായി. അതിൽ ഒരാള് LBW. കൊള്ളാം. ഓസ്ട്രേലിയയുടെ 2 ഓപ്പണേഴ്സും പോയി. ഫസ്റ്റ് ഡൗൺ ഇറങ്ങിയ സ്റ്റീവ് സ്മിത്തും പോയി. അടുത്തൊരു ട്രേവിസ് ഹെഡ് വരുന്നുണ്ട്. നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ മിന്നും ബാറ്റ്സ്മാൻ, മിന്നും വിലയുള്ള താരം. 2 റണ്ണും 3 വിക്കറ്റ്. വിഷയം ബോളിംഗ് ഗൈസ്. അത് ബൗണ്ടറി അടിച്ച് കളഞ്ഞു. ട്രേവിസ് ഹെഡ് ബൂംറക്കിട്ട് ഒരു ബൗണ്ടറി. എനിക്കൊന്ന് ഈ കളിയിലെ ഫസ്റ്റ് ബൗണ്ടറി ആണോ ഇത്? അതെ, ഫസ്റ്റ് ബൗണ്ടറി. ഈ കളിയിലെ ആദ്യത്തെ ബൗണ്ടറിയാണ് ഇപ്പൊ കണ്ടത്. ട്രേവിസ് ഹെഡ് ആയിരുന്നു. നോ ബോള് വിളിച്ചടേ. ഓസ്ട്രേലിയ ഈ ബോള് നമ്മൾ അടുത്ത ബോൾ എറിയാൻ പോകുന്നത് വല്ല 6ഓ വല്ല അടിച്ചാ ഫ്രീ ഹിറ്റ് ആണല്ലോ. അപ്പൊ വല്ല അടിച്ചു കഴിഞ്ഞാൽ അവന്മാർക്ക് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധനമാവും കേട്ടോ. ഫീൽഡറിന്റെ കയ്യിലോട്ട് തന്നെ കൊടുത്ത, പക്ഷെ ഫ്രീ ഹിറ്റ് ആണ്. ഭാഗ്യത്തിന് 6 പോയില്ല. കാണാൻ പോയിരുന്നെങ്കിൽ തീർന്നേനെ. നല്ലൊരു ബോളായിരുന്നു, പക്ഷെ അടിച്ച് ബൗണ്ടറി കളയാറേ.
ഇംഗ്ലീഷ്. ഓ വീണ്ടും എടേ ഇവനെ നിർത്തുന്നത് പ്രശ്നമാകും കേട്ടോ. ആ ഒരു 6 ഒരു 4 അടിച്ച് 6 അല്ലേ ഇത്, 4 ആയിരുന്നു. ഓക്കെ, അവനാ റൺ റേറ്റ് ഉയർത്താൻ നോക്കുന്നു കേട്ടോ. ഹാർദിക് പാണ്ഡ്യ അത്യാവശ്യം ബോൾ നല്ലപോലെ സ്വിങ് ചെയ്യും. നമുക്ക് നോക്കാം ഇനി സ്വിങ് ചെയ്യുമോ ഇല്ലയോ എന്ന്. എടാ മോനെ, അവിടെ ഫീൽഡർ ഉണ്ട്. ഇംഗ്ലീഷ് ഇച്ചിരി അറ്റാക്കിംഗ് ആയിട്ട് കളിച്ചു തുടങ്ങിയതാണ്. ഇംഗ്ലീഷിന്റെ വിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യയുടെ നല്ലൊരു ഔട്ട് സ്വിങ് ഡെലിവറി ആയിരുന്നു അത്. നോക്കിക്കോ, ഔട്ട് സ്വിങ് കണ്ട. നൈസ് ബോളായിരുന്നു. ബോൾ ഇങ്ങനെ വന്ന് വെളിയിലോട്ട് പോയത്. ഓസ്ട്രേലിയക്ക് വമ്പൻ ബാറ്റിംഗ് തകർച്ച. ഇംഗ്ലീഷ് പോയപ്പോൾ ടിം ഡേവിഡ് ആണ് അടുത്തതായിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. ഓ എഡ്ജ് അടിച്ച് 4 പോയടേ. ബാറ്റിൽ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല കേട്ടോ അവർക്ക്. ആകെ അമ്മമാർ കണക്ട് ചെയ്ത് 2 ഷോട്ട് അടിച്ചത് മറ്റേ ഇംഗ്ലീഷ് ആയിരുന്നു. ഇംഗ്ലീഷ് ഔട്ടായി. ഇതൊക്കെ എഡ്ജ്. ഓ ഈ ട്രേവിസ് ഹെഡിനെ എന്തേലും ചെയ്ത് നോക്കുക കേട്ടോ. അവൻ അടിച്ചു കയറി വരുന്നുണ്ട് ഗൈസ്. ബൗണ്ടറി ട്രേവിസ് ഹെഡ്. ഓ നല്ലൊരു ഷോട്ട്. ആ ഫ്രീ ഹിറ്റ് ആയിരുന്നു, അതാ അടിച്ച് ബൗണ്ടറി കളഞ്ഞ്. ക്യാച്ച് അല്ലേ? അതെന്താ ക്യാച്ച് ആയതാണ് ഗൈസ് എനിക്ക് അറിയേണ്ടത്. ഓ സഞ്ജുവിന്റെ ക്യാച്ച് ആയിരുന്നു ശരിക്കും അത്. രോഹിത് ചാടിപ്പോ അത് പിടിച്ചടേ, അത് ക്യാച്ചാടേ. നമ്മൾ അപ്പീൽ ചെയ്തിരുന്നെങ്കിൽ ഇത് കിട്ടിയേനെ കേട്ടോ. അത് കറക്റ്റ് ക്യാച്ച് അല്ലേ? അതിന് ഗെയിമിന്റെ ഗ്ലിച്ച് വല്ലതും ആണെന്ന് അറിയത്തില്ല കൈസ്. എന്തായാലും അത് ക്യാച്ച് തന്നിട്ടില്ല നമുക്ക്. എടാ മോനെ, നല്ലൊരു ക്യാച്ചായിരുന്നു രോഹിത് ശർമ്മ. അയ്യോടാ, അവിടെ ഫീൽഡർ ഉണ്ടായിരുന്നു. അടിച്ച് 6 കളഞ്ഞത്. നല്ലൊരു ഷോട്ടായിരുന്നു കേട്ടോ. നല്ല ഷോട്ട്. ടിം ഡേവിഡ് ആയിരുന്നു. ഭയങ്കര ഹാൻഡ് പവർ. എന്തുകൂടെ ഇത്, തൊട്ടപ്പോഴേ പോയ പോക്കു കൂള്. ക്യാച്ച് കിട്ടി. അവൻ കുറച്ച് അഗ്രസീവ് ആവാൻ ശ്രമിച്ചപ്പോ തന്നെ അവന്റെ വിക്കറ്റ് എടുത്തു കേട്ടോ. അവന്മാരെന്തുവോ റിവ്യൂ എടുക്കാൻ ആലോചിക്കുന്ന ഈ ക്യാച്ചിനോ? അങ്ങനെ പറ. ചിലപ്പോ ഞാൻ അപ്പീൽ ചെയ്തില്ലെങ്കിൽ തരത്തില്ലായിരുന്നു കേട്ടോ ക്യാച്ച്. ഓക്കെ, ചഹല് അത്യാവശ്യം അടിപൊളിയായിട്ട് എറിയുന്നുണ്ട് കേട്ടോ. അവിടെ ഫീൽഡർ ഇല്ല. ബൗണ്ടറിയുടെ ചുമ്മാ അടിച്ച് ബൗണ്ടറി കളഞ്ഞു. ആരുടെ അത്? ഗ്രീൻ. ഡേഞ്ചറസ് ആയിട്ട് നിന്നിട്ടുള്ള ഹെഡ് എന്തായാലും വിക്കറ്റായി. പക്ഷെ ഗ്രീൻ വന്ന് ഫസ്റ്റ് ബോൾ തന്നെ ബൗണ്ടറി അടിച്ച് സിമ്പിളായിട്ട് അടിച്ചു കളഞ്ഞത്. എടാ ജഡേജ അവൻ ടാർഗറ്റ് അടിച്ചു കേട്ടോ. കണ്ടോ, ടിം ഡേവിഡ് അടിക്കുന്നുണ്ട്. എല്ലാം കറക്റ്റ് ഗ്യാപ്പ് നോക്കിയിട്ടാ. എവിടെയാണോ ഫീൽഡർ ഇല്ലാത്ത അവിടെ മാത്രമേ അടിക്കൂ. 6 ഒന്നും അടിച്ചിരുന്നു, പക്ഷെ അടിച്ച എല്ലാം ഒരേപോലെ തന്നെ ബൗണ്ടറി. എവൻ വീണ്ടും ഗ്യാപ്പ് ഷോട്ട് മാത്രം കളിച്ചോണ്ടിരിക്കുക കേട്ടോ ടിം ഡേവിഡ്. വീണ്ടും എല്ലാ ബോളും അടിച്ചങ്ങ് താർക്കും കേട്ടോ പയ്യൻ. മിസ്ഫീൽഡേ. ബാക്ക് ടു ബാക്ക് ബൗണ്ടറി ജഡേജയുടെ ഓവറില് ടിം ഡേവിഡ്. അടുത്തവൻ അത് 6 പോയടെ. ബൗണ്ടറി അല്ല, 6 പോയത്. ജഡേജയ്ക്ക് ശരിക്കും കിട്ടിയ 15 റണ്ണായി ഈ ഓവറിൽ. ഇപ്പൊ 4 ബോളായപ്പോ. എടേ നോ ബോൾ വിളിച്ചു കേട്ടോ. അവൻ 50 ആയി. ടിം ഡേവിഡ് 50.
33 ബോളിൽ 50, 10 4. അപ്പോൾ ഇനി ജഡേജ വീണ്ടും. ഓ, ബോൾ പിടിയടാ അർഷ്ദീപേ. ഓ, രണ്ടാമാരുടെ ആടിച്ച് തകർക്കുകയാണ്. പക്ഷെ ഒരു വിക്കറ്റ് വീണ് കഴിഞ്ഞാൽ ഇനി ഇറങ്ങാൻ എനിക്ക് തോന്നുന്നു നല്ല ബാറ്റ്സ്മാൻമാരായിട്ട് ഇനി പാറ്റ് കമ്മിൻസ് ഉണ്ട് ഒരാൾ. ഓ, ഓൾറൗണ്ടർ ക്ലീൻ സ്ഥലത്താണ് ഞാൻ ഇട്ടേക്കുന്നത്. എന്തായാലും ബോള് ബൗണ്ടറി പോയടെ. നല്ലൊരു ബോളായിരുന്നു. നല്ലൊരു ബോളായിരുന്നു കേട്ടോ. പക്ഷെ കറക്റ്റായിട്ട് കളിച്ചത്. വീണ്ടും ഒരു ഗ്യാപ് ഷോട്ട്. ക്യാമറോൺ ഗ്രീൻ നോ ബോളോ, സ്റ്റെപ്പ് ഔട്ട് ചെയ്തോ. ഇന്നത്തെ കളിയിലെ മൂന്നാമത്തെ നോ ബോളാ. ഫ്രീ ആയിട്ട് അടിച്ച് കളഞ്ഞ്. എവിടെ കിടന്ന കളിയാടെ. റൺ റേറ്റ് പിടിച്ചു നോക്കന്മാര്. അടിച്ച് കയറ്റിയില്ല രണ്ടുപേരുടെ. ഓ, ഫസ്റ്റ് ബോൾ തന്നെ ബൗണ്ടറി. ബുംറയുടെ ഫസ്റ്റ് ബോൾ നല്ലൊരു ബോളാണ്. അത് തന്നെ പിടിച്ച് ബൗണ്ടറി. യോർക്കർ ആയിരുന്നു. ഓക്കെ, ഒരു സിംഗിള്. അവനും 50. ക്യാമറോൺ ഗ്രീനും അതുപോലെ ടിം ഡേവിഡും രണ്ടുപേര് 50യുടെ. അവിടെ ഞാൻ എങ്ങനെ എറിഞ്ഞാലും അവന്മാരെന്ത് ആ സൈഡിലോട്ട് കളിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് ബോൾ എന്തായാലും ബൗണ്ടറി പോയില്ല. സിംഗിൾ റൺസ് 177-ന് 5. 20 ഓവർ അവസാനിച്ചപ്പോ ക്യാമറോൺ ഗ്രീനും ടിം ഡേവിഡും കൂടി അത്യാവശ്യം നല്ലൊരു സ്കോർ പിടിച്ചെടുത്തിട്ടുണ്ട്. 177 റണ്ണാണ് അടിച്ചെടുത്തത്. ഇനി നമ്മുടെ ബാറ്റ്സ്മാൻമാർ സഞ്ജു സാംസൺ ആൻഡ് രോഹിത് ശർമ്മ രണ്ടുപേരോടെയാണ് ഓപ്പൺ ചെയ്യാനായിട്ട് ഇറങ്ങുന്നത്. ഫസ്റ്റ് ഓവർ എറിയുന്നത് ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ്. ഓക്കെ, നമുക്ക് സൂക്ഷിച്ച് കളിക്കണം കേട്ടോ. വിക്കറ്റ് ഒന്നും കൊണ്ട് കളയാതെ നോക്കി കളിക്കണം. ഒരു ഔട്ട് സ്വിംഗ് ബോള്, നല്ലൊരു ബോള്. സഞ്ജു സാംസൺ പണി വാങ്ങിക്കരുത്. നേരെ ഫീൽഡറിന്റെ കയ്യിൽ തന്നെ. കട്ട് ചെയ്യാനുള്ള ശ്രമമായിരുന്നു. അവിടെയും ഫീൽഡർ ഉണ്ട്. വേണ്ട വേണ്ട വേണ്ട, വിഷയം ഫീൽഡിങ് അവന്മാര്. ആടാ മോനെ, സഞ്ജു സാംസൺ. കിടിലൻ ഷോട്ട്. ടൈമിങ്ങിലാണ് കേട്ടോ നമ്മുടെ സഞ്ജുവിന്റെ മൊത്തം കളി. ടൈമിംഗ് പോയാ പോയി. ആ, നല്ലൊരു ഷോട്ട് അഗെയിൻ. നല്ല ടൈമിംഗ്. ഒരു 6ഉം ഒരു 4ഉം അടിച്ചിട്ട് സഞ്ജു നെഞ്ചു വിരിച്ച് നിൽപ്പുണ്ട്. ഓക്കെ, ഫസ്റ്റ് ബോൾ തന്നെ സിംഗിൾ. ഈ ഹെയ്സൽവുഡിനെ സൂക്ഷിച്ച് കളിക്കണം കേട്ടോ. ഹെയ്സൽവുഡ് ബോള് വെളിയിലോട്ടും അകത്തോട്ടും ഒക്കെ ഭയങ്കരമായിട്ട് സ്വിങ് ചെയ്യുന്ന ബോളറാ. പിന്നല്ല, സഞ്ജുവിന് ഇതൊക്കെ ആനമയിലൊട്ടകം. ബൗൺസർ എറിയുന്നു വന്നപ്പോ തന്നെ. ആഹാ, ഒരു ഷോർട്ട് ബോൾ എറിഞ്ഞ് വന്നേ കേട്ടാ. തൂക്കിയെടുത്തും കളഞ്ഞു. എടാ എടാ, അത് എന്തൊരു ക്യാച്ചർ ചെയ്ത്.
എടാ വിഷയം ക്യാച്ച്, ഞാൻ അത് കട്ട് ചെയ്ത് വിട്ടാണ്. രോഹിത് വിക്കറ്റ്, 1 റൺ 2 ബോളിൽ രോഹിത് ശർമ്മ, ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഡൗൺ. വിരാട് കോഹ്ലി വരുന്നുണ്ട് ഇനി. ഇപ്പർ അത്ര ഇനി കയറി നിൽക്കുകയാണോ? എന്നാ പിടി കൊണ്ടുപോ. കഴിഞ്ഞ ദിവസം നമ്മുടെ കളിയിൽ ആരോ പറഞ്ഞിരുന്നു നമ്മൾ പുൾ ഷോട്ടും കൂടെ ഒക്കെ കളിക്കാൻ. എന്നാ കണ്ടോ പുൾ ഷോട്ട്? ഞാൻ ഷോട്ടുകളെല്ലാം കളിക്കാൻ പഠിച്ചു കേട്ടോ. പുൾ ഷോട്ട് പഠിച്ചിട്ടുണ്ട്, പിന്നെ ഹെലികോപ്റ്റർ ഷോട്ട് കളിക്കാൻ പഠിച്ചിട്ടുണ്ട്. നല്ലൊരു ഷോട്ട്. അവിടെ ഫീൽഡർ ഉണ്ടേ. കറക്റ്റ് ഗ്യാപ്പിൽ തന്നെ കളിക്കാൻ. 2 ഓടാം. എന്തിനാ 1 ആക്കുന്നത്? 2 ഓടാം. നല്ലൊരു ഷോട്ട്, നല്ലൊരു കട്ട് ഷോട്ട്. ഞാൻ ഓടുന്നില്ലത്, ഓടേണ്ട കാര്യമില്ല. കറക്റ്റ് ഗ്യാപ്പിലാണ് കളിച്ചത്. നല്ല ഷോട്ട്. ആ ഷോട്ട് കണ്ട, കറക്റ്റ് ഗ്യാപ്പിൽ 2 ഫീൽഡേഴ്സിന്റെ ഇടയിൽ കൂടെ തന്നെ അടിച്ചത്. ആടാ മോനെ, ഒരു അപ്പർ കട്ട്, നൈസ് ഷോട്ട്. നോക്കിക്കോ, നല്ലൊരു ഷോട്ടായിരുന്നു. കിട്ടിയില്ല ഷോട്ടടേ. നല്ല രസമാണ്. എന്ത് രസം കാണാൻ. നല്ലൊരു ഷോട്ട് ഫ്രം സഞ്ജു സാംസൺ. നൈസ് ഷോട്ട്. പിന്നല്ല, 1 ഓവറിൽ 1 കൂടുതൽ ഷോർട്ട് ബോൾ കോഹ്ലി എറിഞ്ഞാൽ ഇങ്ങനെയിരിക്കും. അവൻ വിചാരിച്ച അവനെ മാത്രം ആരും അടിക്കത്തില്ലെന്ന് കേട്ടോ. വീണ്ടും അവ എറിഞ്ഞു നിൽക്കുന്നു. അതൊരു ബൗൺസർ ആയിരുന്നു. ഞാൻ കോഹ്ലിയെ കൊണ്ട് ഹെലികോപ്റ്റർ ഷോട്ട് അടിക്കാൻ നോക്കിയതാ കേട്ടോ. പിന്നല്ല, വിരാട് കോഹ്ലി സ്വിച്ച് ചെയ്ത് കളിക്കാൻ നിങ്ങൾ കണ്ടോണ്ടാക്ക. പിടിച്ചോ, വിരാട് കോഹ്ലിയുടെ ഭാഗം നല്ലൊരു ബൗണ്ടറി. പിന്നല്ല, സഞ്ജുവിനോടാ കളി. ഫസ്റ്റ് ബൗൺസേ 50 റൺ. സഞ്ജു സാംസൺ ഹാഫ് സെഞ്ചുറി തികച്ചിട്ടുണ്ട്. 33 ബോളിൽ 50 റൺ, 5 4-ഉം 3 6-ഉം. പിന്നല്ല, ഇത് വരുത്തി നീ. എന്നാ പിടി. ഞാൻ പറഞ്ഞു പുൾ ഷോട്ട്. കഴിഞ്ഞ ദിവസം ആരോ കമന്റ് ഇട്ട് പുൾ ഷോട്ട് എന്താ കളിക്കാതെന്ന്. അത് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇത്ര കിടിലമായിട്ട് പുൾ ഷോട്ട് പ്രാക്ടീസ് വെച്ചേക്കുന്നത്. സഞ്ജുവിനോടോ കളി? ലേറ്റായി പോയടേ. വിരാട് കോഹ്ലിയുടെ വിക്കറ്റ്. അവൻ കറക്റ്റ് സമയത്ത് ഗൂഗിൾ എറിയുകയും ചെയ്ത്. സൂര്യകുമാർ യാദവ് വരുന്നുണ്ട് അടുത്തതായിട്ട് ബാറ്റ് ചെയ്യാൻ. തിരിച്ചു കയറ. എന്റെ കൈ തട്ടി റണ്ണൗട്ടായടേ. ആടാ, ഓക്കെ. സഞ്ജു ഇപ്പോഴും സെയിം ലെവലിൽ തന്നെ കളിക്കുന്നുണ്ട്. പ്രഷറൊന്നും ബാധകമല്ല. ബൗണ്ടറി. പിന്നല്ല, നമ്മൾ അത്യാവശ്യം സഞ്ജു ഒരു ലെവലിന് എന്നുവെച്ചാൽ ഞാൻ സിംഗിൾ ഇടാൻ വേണ്ടി ശ്രമിക്കുന്ന ബോൾ വരെ ബൗണ്ടറി പോകുന്നു. ഇപ്പൊ ഞാൻ ശരിക്കും ബൗണ്ടറിക്ക് വേണ്ടി കളിച്ചല്ലത്. ഓക്കെ, കട്ട് ചെയ്ത് വിട്ട് നല്ലൊരു ഈ ഓവർ നല്ല രീതിയിൽ സ്കോർ ചെയ്തു കേട്ടോ. സഞ്ജു തന്നെയാണ് സ്ട്രൈക്ക് ചെയ്തത് മൊത്തം.
നല്ല ഷോട്ട്. കേറിയോ? ഔട്ടാന്ന് തോന്നുന്നടേത്. ഔട്ടാണോ അത്? എന്താ അവനെ കളിക്കാൻ പറ്റാത്ത? സഞ്ജു സ്ട്രൈക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. സഞ്ജുവിനെ കൊണ്ട് പറ്റുമെന്ന് അവനെ സ്ട്രൈക്ക് ചെയ്യാൻ, അല്ല അവനെ കളിക്കാൻ. ആ ഓക്കെ, അതാ ഞാൻ ഒരു സിംഗിൾ ഇട്ട് മാറാൻ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു ഋഷഭ് പണ്ട് ബാറ്റ് ചെയ്തപ്പം. ഓക്കെ, ഒരു ഓവറിൽ ഒരു ബൗൺസ് എറിയാം, 2 എണ്ണം എറിഞ്ഞാ. നേരത്തെ ഞാൻ പറഞ്ഞു അടിക്കുമെന്ന്. ഞാൻ അത് പ്രതീക്ഷ നിൽക്കുന്നു. ഒരെണ്ണം വീണ് കഴിയുമ്പോൾ വീണ്ടും എറിഞ്ഞത് ഹാർദിക്. മറുപടി പിന്നല്ല. സിക്സും ഒരു 4ഉം കൊടുത്തു വിട്ടിട്ടുണ്ട്. ഒരു സ്ട്രെയിറ്റ് ഡ്രൈവ്. ഓക്കെ, ബൗണ്ടറി. ബൗണ്ടറി ഫോർ സഞ്ജു സാംസൺ. 89 റൺസിലേക്ക് നീങ്ങുന്നു സഞ്ജു സാംസൺ. ഒരു 11 റൺ കൂടെ ഫോർ സെഞ്ചുറി. തിരിച്ചു കേറ, എടാ തിരിച്ചു കേറടാ. അത് ഈ ഗെയിമിന്റെ ഇഷ്യൂ ആണ്. ഞാൻ തിരിച്ചു കയറാൻ നമ്മളെ ബട്ടൺ ഞെക്കി, പക്ഷെ സഞ്ജു കയറി, ഇവൻ കേറിയില്ല. എന്റെ മോനെ, അവിടെ ഫീൽഡർ ഉണ്ടായിരുന്നു, പക്ഷെ 6 പോയി. സെഞ്ചുറി അടിച്ച സഞ്ജു. എടാ പോയി സെലിബ്രേറ്റ് ചെയ്താ, പോയി ബാറ്റ് ചെയ്യടാ. ഇപ്പൊ എല്ലായിടവും ഫീൽഡറിനെ ഇട്ട് കേട്ടോ, ഓഫ് സൈഡിൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇല്ലാത്ത. ഓ 6 അല്ലേ ഇത്? 6 ബൗണ്ടറി ലൈനിലാണ് പോയി അടിച്ചത്. 2 6 ബാക്ക് ടു ബാക്ക് 6. യോർക്കർ മാതിരി വന്ന ബോള് ഫുൾ ടോസ് ആക്കി അടിച്ച്. കിട്ടോ ഇല്ലയോ? അർഷ്ദീപ് കിട്ടി മോനെ. അർഷ്ദീപിനെ കൊണ്ട് സ്റ്റെപ്പ്, കൂടുതലും ബോളേഴ്സിനെ കൊണ്ട് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൈമിംഗ് കറക്റ്റ് ആണെങ്കിൽ 6 പോകും. സ്റ്റെപ്പ് ഔട്ട് ചെയ്തില്ലെങ്കിൽ പോകത്തില്ല കേട്ടോ. അതാ ഞാൻ സ്റ്റെപ്പ് ഔട്ട് ചെയ്യാൻ അടിച്ച് നോക്കിയത്. കിട്ടി എന്തായാലും. നല്ലൊരു ഷോട്ടായിരുന്നു. നമ്മുടെ യുവരാജ് സിംഗ് ഒക്കെ അടിക്കുന്ന പോലത്തെ ഒരു ഷോട്ട്. ഓ, ആ ഗ്യാപ്പ് കിട്ടുമെന്ന് നോക്കിയതാ, നടന്നില്ല. ഫീൽഡേഴ്സ് എല്ലായിടവും നിപ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് അത്ര കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങ് അടിക്കാൻ ഒക്കത്തില്ല. അതില്ലേ ലെഗ് സൈഡിൽ ഫീൽഡറില്ല. വിചാരിച്ച കൂടുതൽ ബോൾ ബൗൺസ് ചെയ്തു കേട്ടോ. സഞ്ജു നിന്നങ്ങ് തുകയി വന്നു. ഇപ്പൊ 6 അടിച്ച് തന്നെ വിട്ടിട്ടുണ്ട്. ബൗൺസർ, ഞാൻ പറഞ്ഞു ബൗൺസർ എറിഞ്ഞ 6 ഉറപ്പാ. 7 ബോളിൽ 11 റണ്ണാണ് ജയിക്കാൻ വേണ്ടത്. നമുക്ക് ഈ ബോൾ സിംഗിൾ ഇട്ടേ പറ്റൂ കേട്ടോ. ഓടിക്കോ. അടുത്ത ഓവറിൽ സഞ്ജുവിനെ കൊണ്ട് സ്ട്രൈക്ക് ചെയ്യണം. 2 3 ഓടായിരുന്നേ ഇത്. ഒരു ഓവറിൽ 10 റണ്ണ് ജയിക്കാൻ. ആരാ എറിയുന്നേ നോക്കട്ടെ. ആഡം സാമ്പോ ഒന്നും അല്ലാത്തോണ്ട് ഭാഗ്യം. ആരുന്നേ കളി പോയനെ. ഓ, ഹെയ്സൽവുഡ്. 2 ഓടണം. ഓടിക്കേറി. 5 ബോളി 8 റണ്ണ് കൈസ് ജയിക്കാൻ. എടാ മോനെ, അവന്റെ യോർക്കർ അറ്റംപ്റ്റ് ഫെയിലായി ഫുൾ ടോസ് ആയിട്ട് വീഴുന്നു. ഹെയ്സൽവുഡ്. ഇനി 3 ബോളിൽ 2. 3 ബോളിൽ 2 റണ്ണ് ജയിക്കാൻ. ഒരു ഔട്ട് സ്വിങ്. ഞാൻ ഒരു ഹെലികോപ്റ്റർ ഷോട്ട് ട്രൈ ചെയ്താണ് അടിച്ചങ്ങ് ജയിക്കാൻ, പക്ഷെ നടക്കുന്നില്ല.
നോക്കട്ടെ. എടാ എന്ത് കയറി വൈഡ് 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 വൈഡ്. ഒരു റണ്ണൂടെ മതി ജയിക്കാൻ. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ, 1 2 ഓടിക്കോ. നമ്മള് ജയിച്ചു, ഇനിയിപ്പോ എന്തൊരു റണ്ണൗട്ട് ആയല്ലേ. ഔട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ജയിച്ചറേ. സഞ്ജു അർഷ്ദീപുടെ എന്നാണ് കളി ചെയ്യിപ്പിച്ചത്. സഞ്ജു മാൻ ഓഫ് ദി മാച്ച് എന്നും പറയില്ല. ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ മാച്ച് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു മാച്ചുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സീ യു ഓൾ ലേറ്റർ. ബൈ ഗൈസ്.